കേരളത്തിലെ മുസ്ലിങ്ങളെ എന്നല്ല, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തങ്ങൾ വിട പറഞ്ഞിട്ട് 188 വർഷം, കഴിഞ്ഞ 250 വർഷം, കേരളത്തിൻ്റെ കഴിഞ്ഞ 275ഓളം വർഷം തങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 250 വർഷം കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് മമ്പ്രന്തങ്ങളിലാണ്. ഒരുപക്ഷെ മലബാറിൽ ഇത്രമാത്രം ഇവിടുത്തെ പൊതുസമൂഹത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവണമെന്നില്ല. അത്രമാത്രം ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു ബഹുസ്വരതയും സൗഹൃദവും ചേർന്ന് നിൽപ്പുമൊക്കെ തങ്ങൾ തുടങ്ങി വെച്ച, തങ്ങൾ സഞ്ചരിച്ച് ജനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇറങ്ങി പുറപ്പെട്ട് തങ്ങളുണ്ടാക്കി തീർത്തൊരു സംസ്കാരമാണ് എന്നുള്ളതാണ്. അതാണ് ഇന്നും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാലാന്തരങ്ങളിലൂടെ ജനങ്ങൾ ഇന്ന് നമുക്കറിയാം, പുതിയ കാലത്ത് പരസ്പരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇടയിലേക്ക് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തങ്ങളെ ഓർക്കുക, തങ്ങളുടെ ചരിത്രത്തെ ഓർക്കുക എന്നുള്ളത് വലിയൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ അറ്റുപോകുന്ന ചരിത്രത്തിൻ്റെ കണ്ണികളെ നമ്മൾ ഓർമ്മകളിലൂടെ കളക്ട് ചെയ്ത് അത് പുതിയ തലമുറക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ഈ ഓരോ നാടുകളിലെയും മുതിർന്ന ആളുകൾക്ക് ആ വലിയൊരു ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് താനൂർ ഹെറിറ്റേജ്, ഇവിടുത്തെ സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സഹകരിച്ചുകൊണ്ട് മമ്പ്രന്തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി മലബാറിലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ശേഷിപ്പുകൾ, ഒന്നാമത്തേത് തങ്ങളുമായിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന ബന്ധങ്ങളിലൂടെ ആ നാട്ടിൽ തങ്ങൾ നൽകിയ പലതരം ശേഷിപ്പുകളുണ്ട്. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് പള്ളികൾ തന്നെയാണ്. തങ്ങൾ കുറ്റിയടിച്ച പള്ളി, തങ്ങൾ സ്ഥാപിച്ച പള്ളി, തങ്ങൾ പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെട്ട പള്ളി, ഇതുപോലെ 100-200ഓളം പള്ളികൾ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. തങ്ങളുടെ സാമൂഹിക ഇടപെടലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പള്ളികളായിരുന്നു. അത് കേവലം മുസ്ലിങ്ങൾക്ക് ആരാധനകൾ എടുക്കുക എന്നുള്ളതിലപ്പുറത്ത് ഓരോ നാടിൻ്റെയും ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട്, ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതരം പ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രമായിട്ടാണ്, തങ്ങളുടെ ഇടപെടലിൻ്റെ ഒരു ഇടമായിട്ടാണ് പള്ളികൾ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ജാതിമത ഭേദമന്യേ എല്ലാതരം ജനങ്ങൾക്ക് സഹായങ്ങളുണ്ടായിരുന്നു, അവരെ ചേർത്ത് പിടിക്കുന്ന വ്യത്യസ്ത സംരംഭങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്ങൾ നൽകിയിരുന്ന ധാരാളം ശേഷിപ്പുകൾ, തലപ്പാവുകളായിട്ട്, തുണികളായിട്ട്, പലതരം ശേഷിപ്പുകൾ, തങ്ങൾ കൊടുത്ത വടിയുണ്ട്, ചെരുപ്പുകളുണ്ട്, പലയിടങ്ങളിൽ തങ്ങളുടെ കാലടികളുണ്ട്. നമ്മൾ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ തങ്ങളെ ഈ രീതിയിലൊക്കെയാണ്. ഒരു മുഹറം മാസം വരുമ്പോഴേക്ക് ശരിക്കും മലബാർ അല്ലെങ്കിൽ ഏറനാട്, വള്ളുവനാട് മമ്പ്രന്തങ്ങളെ ആഘോഷിക്കുകയാണ്, പല രീതിയിൽ ആഘോഷിക്കുകയാണ്, ഓർക്കുകയാണ്. തങ്ങൾ മരിച്ചുപോയെങ്കിലും, തങ്ങൾ വിട പറഞ്ഞു പോയെങ്കിലും പ്രത്യക്ഷത്തിൽ മാത്രമേ തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മാസം വരുമ്പോഴേക്ക് ഏറനാടും വള്ളുവനാടും എന്നല്ല, മലബാർ തന്നെ പല രീതിയിൽ തങ്ങൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്നു, തങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശേഷിപ്പുകളിലൂടെ, ഓർമ്മകളിലൂടെ. അപ്പോൾ കാലം പിന്നോട്ട് പോകും തോറും ഇത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ഓർമ്മകൾ അസ്തമിച്ചുകൊണ്ടിരിക്കും. പുതിയ തലമുറകൾക്ക് ചരിത്ര ബോധമില്ലാതിരിക്കുമ്പോൾ ഈ ഒരു ഓർമ്മകൾ അസ്തമിക്കും. നമ്മളിലേക്ക് പരസ്പര വെറുപ്പും വിദ്വേഷവും കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ഓർമ്മകളെ സമൂഹത്തിൽ നിലനിർത്തുകയും അസ്തമിച്ചു പോയ അത്തരം പാരസ്പര്യത്തെയും ബന്ധത്തെയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സായാഹ്ന സംഗമങ്ങളെ, കൊച്ചു സംഗമങ്ങളെ നമ്മൾ കാണുന്നത്. അത് കേവലം ഒരാൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുക എന്നുള്ളതിലപ്പുറത്ത് നമ്മൾ വട്ടത്തിൽ കൂടിയിരുന്നിട്ട്, പ്രത്യേകിച്ച് അതത് നാടുകളിലുള്ള ആളുകൾ, തങ്ങളെക്കുറിച്ച് നമുക്ക് പലതും പറയാനുണ്ടാകും, അതെല്ലാം പറയുക എന്നുള്ളതിലപ്പുറത്ത് നമ്മളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉപ്പാപ്പമാരിലൂടെ, നമ്മുടെ ഉമ്മാമ്മമാരിലൂടെയൊക്കെ നമ്മളിലേക്ക് പകർന്നു വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ പലരും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ട് നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പരിസര ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കഥകൾ, ഓർമ്മകൾ, സംഭവങ്ങൾ ഒക്കെ നമ്മളിലേക്ക് പകർന്നു വന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഓർത്തെടുക്കുക, അനുസ്മരിക്കുക, പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇവരെ റെക്കോർഡ് ചെയ്യും, അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത്
അത് ഭാവി തലമുറക്ക് കൈമാറുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ ഒരു വളരെ ശോഷിച്ച വളരെ ചെറിയൊരു സംഗമമാണെങ്കിൽ കൂടി ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നുള്ള മുതിർന്ന ആളുകളൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ നടത്തുന്നത്. പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് നടത്തിയിരുന്നു. മമ്പ്രതങ്ങളുമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരു ദേശമാണത്. അതേ മമ്പ്രതങ്ങളുടെ മകളുടെ ഭർത്താവിൻ്റെയൊക്കെ ഖബർ നമ്മൾ ഇന്നും പോയാൽ കുറ്റിച്ചിറ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ കൊടിഞ്ഞിയിൽ നടത്തിയിരുന്നു, കുറ്റൂർ ഭാഗത്ത് നടത്തിയിരുന്നു, താഴക്കോട് നടത്തിയിരുന്നു, പാലക്കാട് ഭാഗത്തിൻ്റെ മലപ്പുറത്തിൻ്റെ എൻഡിലായിട്ടുള്ള ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ സംഗമങ്ങളും ചെറിയ സംഗമങ്ങളുമായിട്ട് ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്തിട്ട്. അത് ഭാവി തലമുറക്ക് ഒരു പക്ഷേ ഈ ഭാഗത്ത് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും വന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തെ, ഓർമ്മകളെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരത്തിലേക്ക് പോകുന്നില്ല, വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എല്ലാവരും ഇതിൽ പങ്കാളികളാവുക, അവരവരുടെ ഓർമ്മകൾ ഓർത്തെടുത്ത് കൃത്യമായിട്ട് സംസാരിക്കുക, അതുകൂടെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സംഗമം ഉസ്താദ് അവർകൾ ഉദ്ഘാടനം ചെയ്യും. ഉസ്താദിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഈ സംഭവങ്ങളെ ഇപ്പോൾ താനൂരുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ഉസ്താദിന് തന്നെ ഇത്തരം വിഷയങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു തലത്തിലേക്ക് നമുക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കും.